ശത്രുതയുടെ ഭാരം ചുമക്കുന്നവർക്ക് ഇത് താങ്ങാനാകുമോ? കാര്യങ്ങളെല്ലാം അറിയാം. എന്റെ ഭാര്യയുടെ മാറ്റങ്ങൾ എനിക്ക് തിരിച്ചറിഞ്ഞൂടെ? പ്രതാപന്റെ വാക്കുകൾ വിനാശത്തിന്റെ കൊടുക്കാതെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയില് ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ ഒരേപോലെ നിറഞ്ഞ മുഹൂർത്തങ്ങൾ തന്നെയാണ്. നമ്മുടെ മഹാലക്ഷ്മിക്ക് അരികിൽ നമ്മുടെ കണ്ണൻ വന്നിട്ട് കുഞ്ഞിന്റെ അനക്കമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് വയറ്റത്തൊക്കെ ഇങ്ങനെ കൈവച്ചൊക്കെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ മുഖത്ത് ഫുൾ ആ ടെൻഷനാണ്. അപ്പൊ നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എന്റെ ഭാര്യക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനാണല്ലോ, എന്തോ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ, താൻ ആകപ്പാടെ മാറിപ്പോയി എന്നൊക്കെ നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി ആകപ്പാടെ കണ്ണന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ടേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രതാപൻ ഫുള്ള് സമനില തെറ്റി ആകപ്പാടെ കിളിപോയ അവസ്ഥയിലാണ്. നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ കരുണയും കൂടി പോയി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ പ്രതാപൻ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞും ചെയ്തൊക്കെ നിൽക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ ഇവര് കാണുന്നതേ. ലാസ്റ്റ് നമ്മുടെ പ്രതാപൻ കണ്ണനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, എടാ മോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, നിന്റെ അച്ഛനെ കൊന്നതേ എന്നിങ്ങനെ പറയുന്നത് കാണാം. അപ്പൊ തന്നെ നമ്മുടെ കരുണയും മുത്തശ്ശിയൊക്കെ വന്ന് ഫോണൊക്കെ മേടിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. കരുണ ആകപ്പാടെ പേടിച്ചിങ്ങനെ നിൽക്കുവാണ്. കാരണം അതായത് അച്ഛനെ കൊന്നത്, ഉണ്ണിയുടെയും കണ്ണന്റെയും അച്ഛനെ കൊന്നത് പ്രതാപനാണെന്ന് അറിഞ്ഞാല് തന്റെ ജീവിതം ആകെ താറുമാറാകും എന്നുള്ളൊരു കാര്യം ഇപ്പൊ നമ്മുടെ കരുണയ്ക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ആകപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അപ്പുറത്തെ മഹാലക്ഷ്മിയും അങ്ങനെ തന്നെ ആട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.